ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ടോപ്പ് 10 വാഹനങ്ങളെ പറ്റിയാണ്. ഈ വീഡിയോ കുറച്ച് ലേറ്റായി എന്ന് എനിക്കറിയാം, പക്ഷെ അതിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ വേറെ കണ്ടന്റുകളും വണ്ടികളുടെ ലോഞ്ചും ഒക്കെ വന്നുകൊണ്ടാണ് നമ്മളിത് ലേറ്റ് ആക്കിയത്. ഏതായാലും 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഇപ്രാവശ്യം ഗ്രാൻഡ് വിറ്റാരയാണ്. സാധാരണ ഗ്രാൻഡ് വിറ്റാര അങ്ങനെ സെയിൽ വരാറില്ല. ഈ ഒരു ടോപ്പ് 10 ലിസ്റ്റിൽ വരാത്തൊരു വാഹനമാണ്, പക്ഷെ എന്തായാലും ഇപ്രാവശ്യം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 14,083 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2023 ഒക്ടോബറിൽ 10,834 വാഹനങ്ങളുടെ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. ഇതിൻ്റെ നോർമൽ സെയിൽ എന്ന് പറയുന്നതും ഏകദേശം 10,000 to 12,000 ഇടയിലായിരിക്കും വരാറുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം എന്തായാലും 14,000 മുകളിലേക്ക് പോയി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽ കൂടിയിട്ടുണ്ട് എന്ന് പറയാം. 3,249 വാഹനങ്ങളുടെ വ്യത്യാസം 29.99% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹൈ ഗ്രോത്ത് പേഴ്സൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം 4th പൊസിഷനിലാണ് നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ്. പണ്ട് ഈ ലിസ്റ്റിൽ 2nd, 3rd, ഒരു 5th അകത്തൊക്കെ ആയിട്ട് നിന്നിരുന്ന വണ്ടിയായിരുന്നത് നമ്മുടെ ടാറ്റ നെക്സോൺ ആണ്. നെക്സോണിൻ്റെ തന്നെ ഇലക്ട്രിക് ഉണ്ട്, ഇപ്പോൾ CNG ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്. ബേസിക്കലി നെക്സോണിന് ഇപ്പോൾ എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഒരു ഹൈബ്രിഡും കൂടെ വന്നു കഴിഞ്ഞാൽ അതും കൂടെ ആയി. എന്തായാലും കഴിഞ്ഞ മാസം 14,759 വാഹനങ്ങളുടെ സെയിലാണ് നെക്സോണിന് ലഭിച്ചത്. ഒക്ടോബർ 2023 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 16,887 വാഹനങ്ങളുടെ സെയിലായിരുന്നു ആ സമയത്ത് ലഭിച്ചത്. 2,128 വാഹനങ്ങളുടെ വ്യത്യാസവും 12.6% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ലിസ്റ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ 3 വാഹനങ്ങൾക്കാണ് ആകപ്പാടെ ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം കൂടിയാണ് നമ്മുടെ നെക്സോണിൽ വരുന്ന സീരീസ് എല്ലാം. പക്ഷേ ഈ നെക്സോണിൻ്റെ സെയിൽ കൈൻഡ് ഓഫ് പഞ്ച് കാരണം കാനിബലൈസ് ആയതാണെന്ന് കൂടെ വേണമെങ്കിൽ പറയാം, കാരണം പഞ്ചിൻ്റെ സെയിൽ ഇടയ്ക്ക് വെച്ച് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ എക്കാലത്തെയും ബെസ്റ്റ് സെല്ലിംഗ് ട്രൂ SUV ആയ സ്കോർപിയോ സീരീസിൽ നിൽക്കുന്ന വാഹനങ്ങളാണ്. അതായത് സ്കോർപിയോനും ക്ലാസിക്കും. ഈ രണ്ട് വാഹനങ്ങൾക്കും കൂടെ കഴിഞ്ഞ മാസം 15,677 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാ മാസവും പറയുന്നതാണ്, ഇത്രയും നല്ല പ്രൈസ് കൂടിയ വണ്ടികളാണ്. ഓൺ റോഡ് 30 lakhs മുകളിൽ വില വരുന്നുണ്ട് ടോപ്പ് 10 ഈവൻ ബേസ് മോഡലാണെങ്കിൽ പോലും നമുക്ക് ശരിക്കും വണ്ടി റോഡിൽ ഇറക്കണമെങ്കിൽ 20 ലക്ഷത്തിനടുത്തൊക്കെ ആവും. ഒരു നല്ല വേരിയൻറ്റ് വേണമെങ്കിൽ 20 മുകളിലാവും ആക്ച്വലി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയും എമൗണ്ട് ഉള്ളൊരു വണ്ടിയും ആൾക്കാരിങ്ങനെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. സോ എന്തായാലും മഹീന്ദ്രയ്ക്ക് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഗംഭീര സെയിൽ തന്നെയാണ് സ്കോർപിയോ സീരീസിലുള്ള വണ്ടികൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബറിൽ 13,578 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയിരുന്നത്. 2,099 വാഹനങ്ങളുടെ വ്യത്യാസവും 15.46% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തതായി നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ പഞ്ചാണ്. പഞ്ചിലും പഞ്ച് ഇലക്ട്രിക് CNG തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പഞ്ച് പക്ഷേ ഇതിന് മുന്നേ ഉണ്ടായിരുന്നതിലും സെയിൽ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. നേരത്തെയൊക്കെ 18,000 19,000 വരെയൊക്കെ സെയിൽ വന്നുകൊണ്ടിരുന്ന വണ്ടിയാണ്. ആൻഡ് ചില മാസങ്ങളിലൊക്കെ നമ്മുടെ ഈ ടോപ്പ് 10 വാഹനങ്ങളുടെ ലിസ്റ്റിൽ തന്നെ നമ്പർ 1 പഞ്ചായിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ അതൊക്കെ താഴേക്ക് പോയി. കഴിഞ്ഞ മാസം 7th പൊസിഷനിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മാസം 15,740 വാഹനങ്ങൾ സെയിലാണ് പഞ്ചിന് ലഭിച്ചത്. ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പയർ ചെയ്യുമ്പോൾ 2023 ഒക്ടോബറിൽ 15,317 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്. 423 വാഹനങ്ങളുടെ വ്യത്യാസവും 2.76% ഗ്രോത്ത് റേറ്റ്. അതിപ്പോൾ നമ്മൾ ഗ്രോത്ത് റേറ്റിന് കണക്കെടുക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് ഉള്ളൊരു വാഹനം കൂടിയാണ് പഞ്ച്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, നമുക്കിപ്പം ഗ്രോത്ത് ഉണ്ട്, ഡീഗ്രോത്ത് ഇല്ല. ഇനി അടുത്തായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബലേനോ ആണ്. ബലേനോ ഇതുപോലെ തന്നെ ചില മാസങ്ങളിലൊക്കെ നമ്പർ 1 വന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെയും കുറച്ച് താഴത്തോട്ട് പോയി. ഇതും ഫ്രോങ്സ് കൈൻഡ് ഓഫ് ഇതിൻ്റെ സെയിൽ ചെറുതായിട്ട് കാനിബലൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ബലേനോ എന്തായാലും കഴിഞ്ഞ മാസം 16,082 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. ഒക്ടോബർ 2023 16,594 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. 512 വാഹനങ്ങളുടെ വ്യത്യാസവും 3.09% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ വാഹനമാണ് 3 ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വണ്ടികളിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം. ബട്ട് സ്റ്റിൽ ഇയർ ഓൺ ഇയറിൽ ചെറിയ ഡീഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഈ വണ്ടി എന്തായാലും നമ്മൾ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനും അതുപോലെ സ്പേസ്, കംഫർട്ട്, ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വാഹനമാണ്. ഇപ്പോൾ ഇവർ ഈ പുതിയ മേജർ ഫേസ് ലിഫ്റ്റ് ഓർ ജനറേഷൻ അപ്ഡേറ്റ് ഒക്കെ ഇറക്കിയതിന് ശേഷം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ട്. ഇനി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ബലേനോയിൽ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രോങ്സ് എന്ന് പറഞ്ഞ എൻ്റെ ക്രോസ് ഓവർ SUV ആണ്. ഇൻറ്റീരിയറിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും എക്സ്റ്റീരിയറിൽ അവർ കാര്യമായിട്ട് മോഡിഫൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ സെയിൽ ഇപ്പോൾ എന്തായാലും നന്നായിട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി വണ്ടി ഇറങ്ങിയ സമയത്ത് അങ്ങനെ വലിയ ഗംഭീര സെയിലൊന്നും ഇല്ലായിരുന്നു, 10,000 താഴെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് 10,000 മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ മാസമാണെങ്കിൽ തന്നെ 16,419 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. ഒക്ടോബർ 2023 11,357 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5,062
വാഹനങ്ങളുടെ വ്യത്യാസവും 44.57% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഫ്രോങ്സ്. ഇനിയും എന്തായാലും ഇതിൻ്റെ സെയിൽ കൂടുക തന്നെ ഉള്ളൂ. ഇവർ 1.2 NA പെട്രോൾ എഞ്ചിൻ ടോപ്പ് എൻഡിലോട്ട് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി കൂടെ സെയിൽ കൂട്ടാൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന 1.2 എഞ്ചിനുള്ള വാഹനമാണ്. അതും ഡെൽറ്റ പ്ലസ് ആണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. ടർബോ അങ്ങനെ ആരും പ്രിഫർ ചെയ്യുന്നില്ല. ഇനി അടുത്തത് 4th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 16,565 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. പറഞ്ഞു വരുമ്പോൾ ഫ്രോങ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫ്രോങ്സിന് 16,419 വാഹനങ്ങൾ സെയിലായിരുന്നു. അതായത് ഏകദേശം 136 വാഹനങ്ങളെടുത്ത് വ്യത്യാസം ഉണ്ട് എന്ന് പറയാം. അത്രേ ഉള്ളൂ. എന്തായാലും 2023 ഒക്ടോബറിൽ 16,050 വാഹനങ്ങൾ സെയിലാണ് ബ്രസയ്ക്ക് ലഭിച്ചത്. 515 വാഹനങ്ങളുടെ വ്യത്യാസം 3.21% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ പഞ്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്ന വാഹനം കൂടിയാണ് ബ്രസ. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻറ്റ് സെയിൽസ് ഇപ്പോഴും ഈ വാഹനത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു സെഗ്മെൻ്റ് ആണെന്നും കൂടി ആലോചിക്കണം. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോഴും ഒരു മൊണോപ്പൊളി വന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് അബോവ് 4 മീറ്റർ SUV എടുക്കുകയാണെങ്കിൽ കറക്റ്റ് അതിലൊരു മൊണോപ്പൊളിയാണ് എന്ന് പറയും. പക്ഷേ ഇവരുടെ കേസിൽ ഇപ്പോഴും ആൾക്കാർ അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങൾ ഈ സെഗ്മെൻറ്റിൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് അടുത്തായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായി ക്രെറ്റ തന്നെയാണ്. കഴിഞ്ഞ മാസം ഗംഭീര സെയിലാണ് ഇതിന് വന്നിരിക്കുന്നത്. 17,497 വാഹനങ്ങൾ സെയിലാണ് 2024 ഒക്ടോബറിൽ ഈ വാഹനത്തിന് ലഭിച്ചത്. 2023 ഒക്ടോബറിൽ 13,077 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. 4,420 വാഹനങ്ങളുടെ വ്യത്യാസവും 33.8% ഗ്രോത്ത് റേറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വണ്ടിക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ എന്നാൽ പോലും 17,500 യൂണിറ്റിൻ്റെ അടുത്തൊക്കെ ഈ ഒരു പ്രൈസ് വരുന്ന വാഹനത്തിന് സെയിൽ വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഗംഭീര സെയിൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിനെ പിടിക്കാൻ കുറേ വണ്ടികൾ നോക്കിയെങ്കിലും ഗ്രാൻഡ് വിറ്റാര ഒറ്റ പ്രാവശ്യം വണ്ടിയുടെ സെയിലിന് ഓവർടേക്ക് ചെയ്തു. പക്ഷേ വേറൊരു വാഹനത്തിനും ഇതിൻ്റെ അടുത്ത് പോലും സെയിലിൻ്റെ കാര്യത്തിൽ എത്താൻ പറ്റിയിട്ടില്ല. മാത്രമല്ല ഓവർടേക്ക് ചെയ്യാനും ആകെപ്പാട് ഒറ്റ പ്രാവശ്യം ഗ്രാൻഡ് വിറ്റാരയ്ക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും അങ്ങനെയാണ്. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ പുതിയ ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. മിക്കവാറും അടുത്ത മാസം ആകുമ്പോഴേക്കും ഈ പൊസിഷൻ സ്വിഫ്റ്റ് മാറ്റി ഡിസയർ പിടിക്കുമായിരിക്കും. കാരണം ഡിസയർ ഇപ്പോൾ സ്വിഫ്റ്റിനെയൊക്കെ കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ആയിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത്. കൂടുതൽ ഫീച്ചേഴ്സും ഉണ്ട്. സ്വിഫ്റ്റിന് ഏതായാലും കഴിഞ്ഞ മാസം 17,539 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ക്രെറ്റയും സ്വിഫ്റ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെപ്പാടെ 42 വണ്ടികളെടുത്ത് വ്യത്യാസമുള്ളൂ. സോ അത്രയും കൂടുതൽ ക്രെറ്റയ്ക്ക് വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർക്ക് 2nd പൊസിഷൻ വേണേൽ കിട്ടുമായിരുന്നു. എന്തായാലും 2023 ഒക്ടോബറിൽ 20,598 വാഹനങ്ങൾ സെയിലാണ് സ്വിഫ്റ്റിന് ലഭിച്ചിരുന്നത്. 3,059 വാഹനങ്ങളുടെ വ്യത്യാസവും 14.85% ഡിഗ്രോത്ത് റേറ്റും ഉണ്ട്. സർപ്രൈസിംഗ്ലി സ്വിഫ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് പെർസെൻറ്റേജ് നമ്മുടെ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഒട്ടുമിക്ക ഇമ്പോർട്ടൻറ്റ് വാഹനങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്പർ 1 ഏതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അത്യാവശ്യം യൂണിക് ആയിട്ടുള്ളൊരു വാഹനമാണ്. എർട്ടിഗയാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിലെ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. കഴിഞ്ഞ മാസം 18,785 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. 2023 ഒക്ടോബറിൽ 14,029 വാഹനങ്ങൾ സെയിലും ലഭിച്ചായിരുന്നു. അതായത് 4,756 വാഹനങ്ങളുടെ വ്യത്യാസവും 33.9% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. പറഞ്ഞു വരുമ്പം ക്രെറ്റയും ഇതും തമ്മിൽ ഗ്രോത്ത് പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസമില്ല. ക്രെറ്റ 33.8ഉം ഇത് 33.9ഉം ആണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതാണ് 2nd പൊസിഷനിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കിട്ടിയ വാഹനങ്ങളുടെ കേസിൽ. എന്തായാലും MPVs ഇന്ത്യയിൽ ഇത്രയൊക്കെ വിൽക്കാമെന്ന് കാണിച്ചു തന്നൊരു വണ്ടി ഇതാണ്. ബാക്കി MPVs ഒക്കെ കുറേയൊക്കെ ഇറങ്ങി ഫ്ലോപ്പായി. പിന്നെ നല്ല ഹിറ്റായതാണെങ്കിൽ പോലും 10,000-ന് മുകളിൽ അങ്ങനെ ആരും വിൽക്കാറില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ പോകാറുള്ളത്. എന്തായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ വാഹനങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.